കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ സഹകരണത്തോടെ കോതമംഗലം സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ പോരാടാൻ ഗോളടിക്കാം, സമ്മാനം നേടാം എന്ന സന്ദേശമുയർത്തി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാർ KR ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ പോരാടാൻ ഗോളടിക്കാം, സമ്മാനം നേടാം എന്ന സന്ദേശമുയർത്തി നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞെത്തിയ 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാർ KR ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ വിജയവും തോൽവിയും സ്വാഭാവികമാണെന്നും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആർജവവും ആത്മവിശ്വാസവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിനകത്ത് പരാജയപ്പെട്ടവരൊന്നും ഔട്ടാവുന്നൊന്നുമില്ല. എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഘട്ടത്തിൽ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഫുട്ബോൾ ഈ പോസ്റ്റിലേക്ക് അടിക്കുന്ന ഒരു മത്സരം ആണ് ഇവിടെ. ഷൂട്ടാണ്. ആ ഷൂട്ടൗട്ട് മത്സരം കൂടെ ആണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഒരു ചെറിയ ക്യാമ്പയിൻ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ ജിജോ ജോർജ് സ്വാഗതം ആശംസിച്ചു. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് ജോർജ് സ്കൂളിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ജോയ് പോൾ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. മത്സരത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കായികാധ്യാപകൻ പ്രതീഷ് ഫ്രാൻസിസ്, സ്റ്റാഫ് സെക്രട്ടറി തോമസ് PJ, സീനിയർ അസിസ്റ്റന്റ് മഞ്ജു ജോസഫ്, പ്രീതി അലക്സാണ്ടർ, ബിബിൻ ജോസ്, നിമ്മി സേവ്യർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.